IV ശശി അല്ലെങ്കിൽ T ദാമോദരന്റെ സിനിമകൾ പിന്നീട് വന്ന ഡെന്നിസ് ജോസഫിന്റെ സ്ക്രിപ്റ്റ് ഇപ്പൊ നമുക്ക് ന്യൂഡൽഹി പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർ കണ്ടിട്ടുണ്ടോ? അതില് നമ്മുടെ ലാലേട്ടൻ മന്ത്രിയാവുന്നതാണ്. അതായത് അടൂർ ബാസി അച്ഛനാണ് ലാലേട്ടൻ ഒരു അപ്രതീക്ഷിതമായിട്ട് മന്ത്രിയാവുന്നത്. ആ പുള്ളിക്ക് താല്പര്യമില്ലാത്ത മന്ത്രി പിന്നീട് പുള്ളി ഒരു എന്താ പറയുക അനീതിക്ക് എതിരെ നിൽക്കുന്ന ഒരു മിനിസ്റ്ററായി മാറി. അങ്ങനെയുള്ള ഒരു സിനിമയൊക്കെ ആയിരുന്നു. രാജാവിന്റെ മകൻ പൊളിറ്റിക്സ് പറഞ്ഞൊരു സിനിമയാണ്. രാജാവിന്റെ മകനില് ലാലേട്ടൻ അണ്ടർവേൾഡ് ഡോൺ ആണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന രതീഷ് മിനിസ്റ്ററാണ്. എനിക്ക് തോന്നുന്നില്ല ആഭ്യന്തരമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ മിനിസ്റ്ററാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ക്ലൈമാക്സിൽ ലാലേട്ടനാണ് മരിക്കുന്നത്. അതായത് മിനിസ്റ്റർ മരിക്കുന്നില്ല. അതായത് അത് മിനിസ്റ്റർ മരിക്കുന്നില്ല ആ സിനിമയിൽ. അതിൽ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് സിനിമകൾ പിന്നീട് ഒരു 80s കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ദാമോദരൻ മാഷ്, രഞ്ജി പണിക്കരുടെ രഞ്ജി പണിക്കർ പിന്നെ അതായത് ദാമോദരൻ മാഷും ഡെന്നിസ് ജോസഫും ഒക്കെയാണ് കൂടുതൽ പൊളിറ്റിക്സ് സിനിമകൾ ആ സമയത്ത് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് 90s വന്നു കഴിഞ്ഞാലാണ് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ട് തുടങ്ങിയത്. അതിൽ രഞ്ജി പണിക്കരുടെ സിനിമകൾ ആദ്യം അതായത് ഒരു തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സിനിമ, അന്ന് വരെ തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സിനിമയൊന്നും മലയാളത്തിൽ ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകൾ വന്നിട്ടില്ല. തലസ്ഥാനം സിനിമയിൽ ഈ പറഞ്ഞ പോലെ രഞ്ജി പണിക്കർക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. അതിനു മുമ്പ് രഞ്ജി പണിക്കർ ഷാജി കൈലാസ് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഈ ഡോക്ടർ പശുപതി പോലത്തെ സിനിമകളൊക്കെയാണ് രഞ്ജി പണിക്കർ എന്ന സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ തലസ്ഥാനം ചെയ്യുന്നത് അതില് അവർക്ക് ആ സമയത്ത് ഒരു മാഗസീനിൽ ഇന്ത്യ ടുഡേയിൽ ഏതോ ഒരു വിദ്യാർത്ഥി സമരത്തിൽ, അത് കേരളത്തിലല്ലെന്ന് തോന്നുന്നത്, ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ ഇടയിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അറിയാതെയോ എന്തോ തീ കൊളുത്തി കത്തുന്നു, അത് എല്ലാവർക്കും സ്പ്രെഡ് ആവുന്നു. ഈ ഒരു ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ഒരു വന്നത്. ആ സിനിമയിലാണ് ഒരു സ്റ്റുഡന്റ് പൊളിറ്റിക്സിനെ കുറിച്ച് ചർച്ച ചെയ്തത്. സ്റ്റുഡന്റ് പൊളിറ്റിക്സ് സിനിമകൾ അതിന് മുമ്പും നമ്മുടെ ലാലേട്ടനൊക്കെ അഭിനയിച്ച ചെപ്പ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ കുറച്ചൊക്കെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമായിരുന്നു പൊളിറ്റിക്സ് എന്ന് പറയാം. കൂടുതൽ വേറെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രഞ്ജി പണിക്കർ വന്നിട്ട് തലസ്ഥാനം നമുക്ക് പറയാം. നമുക്ക് അതിനുശേഷം സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് അന്ന് കോമഡിയോ അല്ലെങ്കിൽ ഒരു കൊമേഡിയനായിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ റോളുകളോ അല്ലെങ്കിൽ കോമഡി ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്ന ജഗദീഷ് അതിലൊരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് വന്ന് ചീഫ് മിനിസ്റ്റർ ആവുന്ന, അതിലൊരു വലിയ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്മീഷണർ പോലത്തെ സിനിമകൾ, കിങ് എന്ന് പറയുന്ന സിനിമ, ഇതിൽ നായകന്മാര് പൊളിറ്റീഷ്യൻസ് അല്ല, പക്ഷെ ഒരു പോലീസ് ഓഫീസറാണ്. അതെ, പൊളിറ്റീഷ്യനായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ഒരു ഹെഡ് എന്ന നിലയിൽ നിൽക്കുന്ന ഒരു കുറച്ച് സ്ട്രോങ് ആണ്. പക്ഷെ ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എപ്പോഴും ടോപ്പ് പൊളിറ്റീഷ്യൻസ് ആയിരിക്കും. ഇപ്പോ മറ്റേ കിങ്ങില് രാജ്യസഭ MP ആണ് വില്ലൻ എന്ന് പറയുന്നത്. നമ്മുടെ കമ്മീഷണറിൽ ബിസിനസ്മാൻ ആണ് വില്ലൻ. പക്ഷെ ഈ ബിസിനസ്മാനെ കൺട്രോൾ ചെയ്യുന്ന അതില് മോഹൻ തോമസിന്റെ ക്യാരക്ടർ പറയുന്നത് നമുക്ക് എന്തിനാണ് അധികാരം നമ്മുടെ കൈവെള്ളയിലല്ലേ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് അന്ന് ഇപ്പൊ ഈ JSK കണ്ടു എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് ഉറപ്പാണ് JSK വന്നു കഴിഞ്ഞാൽ അതിനൊരു ഒപ്പീനിയൻ വന്നാൽ ഇടിച്ചു കയറിയ ആൾക്കാർ കാണും, ചർച്ച ചെയ്യും. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് അതുപോലത്തെ സിനിമകൾ ഇപ്പൊ പൊളിറ്റിക്സ് ഇപ്പൊ നമുക്ക് ശ്രീനിവാസന്റെ സിനിമകളുണ്ട്, സന്ദേശം പോലത്തെ ഒരു ആക്ഷേപഹാസ്യ സിനിമകളുണ്ട്, അതിന്നും വരുന്നുണ്ട്. അതേപോലത്തെ കുറച്ച് സിനിമകളൊക്കെ ആക്ഷേപഹാസ്യ സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ കമ്മീഷണർ എടുത്തു പറയാം, അതൊക്കെ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോസ് ആണ്. നമുക്ക് റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന തരത്തിലാണ് ആ സിനിമകളുടെ ഒരു മേക്കിംഗ്. ഒരു ഇപ്പോ കമ്മീഷണറിലും കിങ്ങിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു വലിയ തിന്മ അതിന്റെ എതിരെ നിൽക്കുന്ന ഒരു ഹീറോ, ആ ഹീറോയുടെ ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ആ ഒരു എഗെയിൻസ്റ്റ് കാണിക്കുന്നത് ത്രൂ ഡയലോഗ്സ് ആണ്. സ്ട്രോങ് ആയിട്ട് പറയുന്ന, ആ സ്ട്രോങ് ആയിട്ട് അവർ കാണിക്കുന്ന ഡയലോഗ്സ് ആണ് നമുക്ക് ആ ഒരു എതിർപ്പിന്റെ ആ ഒരു സ്ട്രോങ്നെസ് എത്രയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ആ ഒരു ഇമ്പാക്ട് കിട്ടുന്നത്. പക്ഷെ അത്തരത്തിലുള്ള പടങ്ങൾ ഇപ്പൊ ഇല്ല, ആ ഒരു സ്ട്രോങ് ഡയലോഗ് ഡെലിവറി ഇല്ല. അതായത് ഇപ്പൊ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതായത് കമ്മീഷണർ സിനിമയിൽ IPS ഓഫീസർ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഡോർ അടച്ചിട്ട് ഡയലോഗ് പറയാണ്. എന്നിട്ട് പറയാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് തൊപ്പി എടുത്ത് വയ്ക്കാം, സാറ് ഞാൻ എന്നോടൊന്നും പറയില്ല. കിങ് സിനിമയിലെ കളക്ടർ മിനിസ്റ്ററുടെ അടുത്ത് പറയാണ്, ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതുവരെ സാറിന് വിളിച്ചിട്ട് പേരെടുത്ത് വിളിച്ചിട്ട് ഒരു ഹീറോയിസം ഡയലോഗ്. അതായത് റിയൽ ലൈഫിൽ ഒരിക്കലും നടക്കില്ല, പക്ഷെ നമ്മളതൊക്കെ കൈയടിച്ചവരാണ്. പക്ഷെ ഇന്ന് അങ്ങനെ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറയാം, ഇന്ന് രണ്ട് രീതിയിൽ പല ആളുകളും ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്.
ഇന്ന് നെടുനീളൻ ഡയലോഗുകൾ ഇന്ന് അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ റിയലിസ്റ്റിക് സിനിമകൾ മാത്രമേ അംഗീകരിക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്നും എന്തുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് കമ്മീഷണർ ആൾക്കാർ യൂട്യൂബിൽ കാണുന്നു? ഇപ്പോഴും ഞാൻ പറഞ്ഞ കമ്മീഷണർ ടിവിയിൽ ഇപ്പൊ സന വീട്ടിൽ പോയി ടിവിയിൽ കമ്മീഷണർ വന്നാൽ ഒന്നിരുന്ന് കാണില്ലേ? ഇന്ന് കിങ് സിനിമ ഒന്നിരുന്ന് കാണില്ലേ? ഇപ്പൊ നമ്മൾ പറയും സിനിമകളിൽ പാട്ട്, ഇപ്പൊ സിനിമകളിൽ ഈ പാട്ടുകൾ കുറവാണ്, ഈ ലിപ്പ് പാടിയുന്നത് പാട്ടുകൾ ഇല്ല, സിനിമയിൽ പാട്ട് കുറഞ്ഞു തുടങ്ങി, മാസ് മസാല സിനിമകൾ കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ചോട്ടാ മുംബൈ ആൾക്കാർ വീണ്ടും കയറി കൈയടിക്കും. എനിക്ക് തോന്നുന്നത് ആക്ടേഴ്സിൽ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ സുരേഷ് ഗോപിയുടെ JSK ഇറങ്ങുന്നു, അതിലൊരു ഇതേപോലെ നെടുനീളം ഡയലോഗ് കൊണ്ടുവരുന്നത് സുരേഷ് ഗോപി അത് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ സുരേഷ് ഗോപിയുടെ പകരം വേറെ ഏതെങ്കിലും ഒരു ആക്ടർ ആണെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് അയ്യോ ഇവർക്ക് അത് പറ്റുമോ, ആ ഒരു ക്വസ്റ്റ്യൻ അവർ പലപ്പോഴും വെക്കാറുണ്ട്. അത് ചെയ്തു ഞാൻ പറയാം. ഇപ്പൊ സുരേഷ് ഗോപി കമ്മീഷണർ ചെയ്യുമ്പോൾ അന്ന് സുരേഷ് ഗോപി ഇന്നത്തെ സുരേഷ് ഗോപി അല്ല. അതായത് സുരേഷ് ഗോപി തുടക്കകാലത്ത് സോഫ്റ്റ് റോളുകൾ ചെയ്തിരുന്ന ആളാണ്. അത് അല്ലെങ്കിൽ സുരേഷ് ഗോപി നമുക്കറിയാം ഇപ്പൊ പപ്പയുടെ സ്വന്തം അപ്പൂ സിനിമയിൽ ഒരു ഡോക്ടറായിട്ട് വന്നു. അതിനു മുമ്പ് സുരേഷ് ഗോപി സമൂഹം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അതൊരു പൊളിറ്റിക്സ് സിനിമയാണ്. അതിൽ സുഹാസിനിയാണ് ഹീറോയിൻ. സുഹാസിനി അതിൽ അപ്രതീക്ഷിതമായിട്ട് സുഹാസിനി MLA ആവുന്ന നിൽക്കുന്നതാണ്. സുഹാസിനിയുടെ ഒരു മൊറച്ചെറുക്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി അതിൽ പിന്നെ ഭയങ്കര നീളുന്ന ഡയലോഗ് പറഞ്ഞ ആളല്ല, ഒരു പാവം സുരേഷ് ഗോപിയാണ്. തൂവൽ സ്പർശം എന്ന് പറഞ്ഞ സിനിമയിൽ സുരേഷ് ഗോപി ഉണ്ട്. നമുക്ക് തുടക്കകാലത്ത് സുരേഷ് ഗോപി ഒന്നും അങ്ങനെ നീളുന്നൂടെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ സുരേഷ് ഗോപി അല്ല. ആ സുരേഷ് ഗോപിനെയാണ് രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് വന്ന ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റിയത്. ജഗദീഷിനെ കൊണ്ട് സ്ഥലത്തെ പ്രധാന പയ്യൻ സിനിമയിൽ ഒറ്റ ഷോട്ടിൽ ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 3-4 മിനിറ്റ് ഡയലോഗാണ്. അന്നത് ജഗദീഷ് പറയുമ്പോൾ ജഗദീഷിന്റെ തരത്തിലാക്കി പറഞ്ഞു. ഇപ്പൊ നമുക്ക് മമ്മൂക്ക ഡയലോഗ് പറയണത് വേറെ തരത്തിൽ പറഞ്ഞു. ഇപ്പോൾ ലാലേട്ടൻ ഡയലോഗ് രഞ്ജി പണിക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ തരത്തിലുള്ള ഒരു മീറ്റർ അല്ല മോഹൻലാലിന്റെ ഒരു മീറ്റർ. അതായത് മോഹൻലാൽ നമുക്ക് രഞ്ജി പണിക്കരുടെ പ്രജയൊന്നും അന്ന് അത് അത്ര ഏറ്റില്ല, മോഹൻലാലിന്റെ ഒരു ഡയലോഗ് പ്രസന്റേഷൻ. പക്ഷെ മോഹൻലാൽ രഞ്ജിത്തിന്റെ സിനിമകളിൽ 6-ാം നമ്പരം പോലത്തെ സിനിമകൾ വേറെ തരത്തിലുള്ള ഡയലോഗുകളാണ് പറഞ്ഞത്. അതായത് ഇവരൊന്നും വന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞു വന്നതല്ല, ഇവരൊക്കെ അത് ചെയ്ത്, അതായത് ഇവർക്ക് അതുപോലെ എഴുത്തുകാരുണ്ടായിരുന്നു, അവർക്ക് അതുപോലത്തെ സ്ക്രിപ്റ്റുകൾ കിട്ടി, അത് നന്നായിട്ട് ഇവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റിയ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവരത് എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നിട്ട് ഇവർ പെർഫോം ചെയ്തു. ഇന്നും അതുപോലത്തെ റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ റൈറ്റേഴ്സും ഫിലിം മേക്കേഴ്സും ഒക്കെ ഒരു എഫേർട്ട് ഇട്ടാൽ സംഭവിക്കാം. കാരണം അത്ര ടാലന്റഡ് ആയിട്ടുള്ള ഹീറോസ് ഇന്നും നമുക്ക് ഉണ്ട്. പക്ഷെ അപ്പോഴൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മലയാളി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അതിനുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്മീഷണർ ഇന്നും കാണോ? ഈ മലയാളി ഓഡിയൻസ് എന്ന് പറഞ്ഞ ഓഡിയൻസ് തന്നെയല്ലേ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൈയടിച്ച് വന്നത്. പക്ഷെ ഇപ്പോ പുതിയത് ഇപ്പൊ വേറൊരു പ്രശ്നം പറയാം. ഇന്ന് ന്യൂസ് ചാനൽസ് ഒരുപാടുണ്ട്. ഇന്നിപ്പം നമ്മൾ TV തുറന്നാൽ ഈ പൊളിറ്റിക്സിന്റെ പലതരത്തിലുള്ള ചർച്ചകൾ, ചീത്തവിളികളൊക്കെ കേൾക്കുന്നുണ്ട്. അന്ന് അങ്ങനത്തെ ഒരു മീഡിയം ഇല്ലായിരുന്നു. ഈ സിനിമയിലൂടെയാണ് കൂടുതൽ അറിഞ്ഞിരുന്നത്. ഒരു ദൂരദർശനം ഉണ്ടാവും, പിന്നെ ന്യൂസ് പേപ്പേഴ്സ് കേൾക്കും. അപ്പോൾ നമ്മൾ പറയേണ്ട രീതി കുറച്ചും കൂടി വേറെ രീതിയിലേക്ക് മാറ്റേണ്ടി വരും. അതായത് ഇപ്പൊ ഇന്ന് നടക്കണ അതേപടി കൊണ്ടുവെക്കാതെ സിനിമാറ്റിക് ആയിട്ട്, പണ്ടും അങ്ങനെ ചെയ്തിരുന്നത്, സിനിമാറ്റിക് ആയിട്ട് കുറച്ചും കൂടി വേറെ തരത്തിൽ അത് അവതരിപ്പിച്ചാൽ. ഇപ്പൊ ലൂസിഫറിലും എമ്പുരാനിലും പൊളിറ്റിക്സ് പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ 2 സിനിമകളിലും എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു മേക്കിംഗ് സ്റ്റൈൽ, അതായത് ഒരു ഡയലോഗ്സ് അല്ല, അതില് ചെറിയ ചെറിയ ഡയലോഗ്സിലൂടെയൊക്കെ പോകുന്നുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ഓർത്ത് വെച്ച് പറയാവുന്ന ഡയലോഗ്സുകൾ ഈ വക സിനിമകൾ കുറവാണ്. അപ്പോൾ വീണ്ടും അതായത് ഒന്നും സങ്കല്പിച്ചു നോക്കി, ഇന്നിപ്പോ ഒരു പൃഥ്വിരാജ് ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് വന്നിട്ട് ഒരു അനീതിക്കെതിരെ പോരാടുന്ന, അല്ലെങ്കിൽ ഒരു ടോവിനോ ആയിക്കോട്ടെ, ആസിഫ് അലി ആയിക്കോട്ടെ, ഇവരൊരു പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് വന്ന് ഇതുപോലെ നല്ല തീപ്പൊരു ഡയലോഗുകളൊക്കെ ചെയ്താലല്ലേ നമുക്ക് അറിയുള്ളൂ നന്നാവില്ലയോ എന്നുള്ളത്. അവര് ചെയ്തിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പൊ നമുക്ക് പൃഥ്വിരാജ് കുറച്ചൊരു മാസ് സിനിമകൾ പുതിയ മുഖം ചെയ്തു, അതിനുശേഷം ഈ അടുത്ത് കാപ്പൊക്കെ ചെയ്തെങ്കിൽ അതൊന്നും ഒരു പൊളിറ്റിക്കൽ സിനിമകളല്ല.